മക്കൾക്ക് പഠിപ്പിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളാണ് മക്കൾക്ക് കരുത്തു നൽകേണ്ടത്, നിങ്ങളാണ് മക്കൾക്ക് മനക്കരുത്ത് നൽകേണ്ടത്. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ പരിശുദ്ധമായ ദീനിന് നൽകിയ സംഭാവന മറക്കാൻ പറ്റാത്തതല്ലേ? മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ, സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ ഹബീബ് മുഅത്തത്ത് യുദ്ധത്തിലേക്ക് പറഞ്ഞേക്കുന്ന രംഗം ഉമ്മമാരെ നിങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? എന്റെ സഹോദരിമാരെ, നിങ്ങൾക്കിത് മറക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പള്ളിയിൽ ഇരുന്നിട്ട് സ്വഹാബാക്കളോട് പറയാണ്, ഞാനൊരു പട്ടാളത്തെ മുഅത്തത്തിന്റെ യുദ്ധത്തിലേക്ക്, മുഅത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് ഞാനൊരു പട്ടാളത്തെ പറഞ്ഞേക്കുന്നുണ്ട്. അതിന്റെ ക്യാപ്റ്റൻ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ആണ്. സയ്യിദ് മരിച്ചാൽ, സയ്യിദ് ലോകത്തോട് ഇവിടെ പറഞ്ഞാൽ, സയ്യിദ് ഷഹീദായാൽ പിന്നെ നിങ്ങൾ അബ്ദുള്ളയെയാണ് പതാക ഏൽപ്പിക്കേണ്ടത്. അബ്ദുള്ളയും ലോകത്തോട് ഇവിടെ പറഞ്ഞാൽ ജഅഫർ ഇബ്നു അബീ ത്വാലിബിനെയാണ് പതാക ഏൽപ്പിക്കേണ്ടത്. ജഅഫറും മരിച്ചാൽ നിങ്ങൾ ഇഷ്ടമുള്ള ഒരാളെ തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൗത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് വലിയ ഒരു പട്ടാളത്തെ പറഞ്ഞേക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന സ്വഹാബാക്കൾക്കറിയാം സയ്യിദ് റളിയല്ലാഹു അൻഹു ഷഹീദാകുമെന്ന്. ഇത് കേൾക്കുന്ന ആർക്കറിയാം? സ്വഹാബാക്കൾക്കറിയാം മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഷഹീദാകുമെന്ന്. ഇത് കേൾക്കുന്ന പട്ടാളക്കാർക്കറിയാം ജഅഫർ റളിയല്ലാഹു അൻഹു ഷഹീദാകുമെന്ന്. ഇത് കേൾക്കുന്ന സയ്യിദിനും അബ്ദുള്ളയ്ക്കും ജഅഫറിനും അറിയാം ഞങ്ങളെ 3 പേരും യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ഷഹീദാകുമെന്നറിയാം. നബി തങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ്? സയ്യിദ് മരിച്ചാൽ അബ്ദുള്ളയെ ഏൽപ്പിക്കണം, അബ്ദുള്ള മരിച്ചാൽ ജഅഫറിനെ ഏൽപ്പിക്കണം, ജഅഫർ മരിച്ചാൽ നിങ്ങളൊരു നേതാവിനെ തെരഞ്ഞെടുക്കണമെന്നാണ്. ഈ 3 പേര് മരിക്കുമെന്ന് ഇവർക്കറിയാം, ഇവരുടെ ഭാര്യമാർക്കറിയാം, ഇവരുടെ മക്കൾക്കറിയാം, സ്വഹാബാക്കൾക്കറിയാം. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി സഹാബാക്കൾ ഒരുങ്ങുമ്പോഴാണ് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയോട് അവസാനമായി സലാം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യമാരോട് ചേർത്ത് പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അവസാനമായി ചുടുചുംബനം നൽകുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയോട് സലാം പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി പോവുകയാണ്. അതൊന്നുമല്ല വിഷയം, പറക്കമുറ്റാത്ത എട്ടും പൊട്ടും തിരിയാത്ത 2 പിഞ്ചു പൈതങ്ങള് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ വീട്ടിലുണ്ട്. ആ മക്കളുടെ കവിൾത്തടങ്ങളിലേക്ക് മുഖം ചേർത്ത് വെച്ചിട്ട് മഹാനായ ജഅഫറിനറിയാം, ഇനിയൊരു തവണ ഞാൻ എന്റെ മക്കളെ കാണാൻ വരൂല, എന്റെ കരളിന്റെ കഷ്ണമായ മക്കളെ, എന്റെ ജീവിതത്തിന്റെ പാതിയായ എന്റെ പത്നിയെ ഇനിയൊരു തവണ കാണാൻ ഞാൻ വരൂല എന്നറിയാം. എന്നിട്ടും ജഅഫർ റളിയല്ലാഹു അൻഹു മനോധൈര്യത്തോടെ മനക്കരുത്തോടെ തന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് തന്റെ മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം നൽകി കവിൾത്തടങ്ങളിൽ ഒന്ന് വെച്ചിട്ട് അവസാനമായി സലാം പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ടു പോവുകയാണ്. അവസാനത്തെ അത്താഴം നൽകുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ. പറഞ്ഞതുപോലെ ഭാര്യയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തടങ്ങൾ ഇറ്റുകയാണ്. ഇനി എപ്പോഴാണ് ഭർത്താവ് തിരിച്ചു വരിക? ഭർത്താവ് തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ് ഭാര്യ. എന്റെ പിതാവ് തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ് പിഞ്ചു പൈതങ്ങള്. രണാങ്കണത്തിലേക്ക്, മൗത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാ തങ്ങളും ജഅഫർ തങ്ങളും വളരെ ധീരമായി പോരാടി. നബി തങ്ങൾ പറഞ്ഞതുപോലെ സയ്യിദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ വീണ് പിടഞ്ഞു മരിച്ചപ്പോ മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് ഇസ്ലാമിന്റെ പതാക കയ്യിൽ പിടിച്ചിട്ട് ധീരമായി യുദ്ധം ചെയ്യുകയാണ്. അബ്ദുള്ള റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിലെ വളരെ ദൂരമായി കൊല ചെയ്യപ്പെട്ട് ഷഹീദായപ്പോ മഹാനായ ജഅഫർ തങ്ങൾ ഓടി വന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇസ്ലാമിന്റെ പതാക കയ്യിൽ പിടിച്ചിട്ട് ധീരമായി യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ യുദ്ധം ചെയ്യുമ്പോഴാണ് വലതു കൈയിലേക്ക് വെട്ടേൽക്കുന്നത്. പതാക നിലത്തേക്ക് വീഴുമ്പോഴാണ് അദ്ദേഹം വലതു കൈയിലുള്ള പതാക ഇടതു കൈയിൽ പിടിച്ചിട്ട് തന്റെ തൂങ്ങിക്കൊണ്ടിരിക്കുന്ന കൈ ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ കാലുകൊണ്ട് തൂങ്ങിക്കിടക്കുന്ന കൈകളെ വലിച്ചെടുത്തിട്ട് ഇടതു കൈയിൽ പതാക പിടിച്ചിട്ട് യുദ്ധം ചെയ്യുന്നത്. ഇടതു കൈയിൽ മുറിഞ്ഞു 2 കൈകൾ കൊണ്ട് തന്റെ തോളുകൊണ്ട് അല്ലാഹ്
അല്ലാഹുവിന്റെ ദീനിന്റെ പതാക മുറുകെ പിടിച്ചിട്ട് 70ഓളം വെട്ടുകളും കുത്തുകളും കുതുകങ്ങൾ കൊണ്ടുള്ള അമ്പുകൾ കൊണ്ടുള്ള അസ്ത്രങ്ങൾ കൊണ്ടുള്ള വാളുകൾ കൊണ്ടുള്ള ക്രൂരമായ വെട്ടുകളും കുത്തുകളുമേറ്റ് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞുകൊണ്ട് മരിച്ചു. പിറ്റേ ദിവസം സുബഹിക്കാൻ നബിതങ്ങൾക്ക് വാർത്ത ലഭിക്കുന്നത് എന്റെ ജഅഫർ പോയിട്ടുണ്ട്, എന്റെ സയ്യിദ് മരിച്ചിട്ടുണ്ട്, എന്റെ അബ്ദുല്ല മരിച്ചിട്ടുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരുമിച്ച് കൂടിയ സ്വഹാബാക്കളെയൊക്കെ അടുത്ത് വിളിച്ചിട്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിറയാർന്ന കണ്ണുകളുമായി വേദനിക്കുന്ന മനസ്സുമായി സ്വഹാബാക്കളോട് പറഞ്ഞു, എന്റെ സ്വഹാബ സയ്യിദ് ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്, അബ്ദുല്ല ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്, എന്റെ ജഅഫറും ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് എന്ന് നിറയുന്ന കണ്ണുമായി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾ വിഷമത്തോടെയാണ്, ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത്. എന്നിട്ട് എങ്ങനെയാണ് ഇവരുടെ ഭാഗ്യമാരെ ഇവരുടെ മക്കളെ സമാശ്വസിപ്പിക്കുക, എങ്ങനെയാണ് ഇവരുടെ മക്കളെ വന്ന് സമാധാനിപ്പിക്കുക, എന്ത് സമാധാനമാണ് പറയുക എന്ന് വിചാരിച്ച് അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്നിറങ്ങി ജഅഫറിന്റെ വീട്ടിലേക്ക് പോയി അസ്മാ ബീവി റളിയല്ലാഹു അൻഹയെ വിളിക്കുകയാണ്. അസ്മാ എന്ന് വിളിച്ചിട്ട് ആ വീട്ടിന്റെ കത്തളങ്ങളിലേക്ക് കയറിയപ്പോഴാണ് പിഞ്ചു പൈതങ്ങൾ ഓടി വരുന്നത്. നബി തങ്ങളുടെ സമീപത്തേക്ക് പിഞ്ചു പൈതങ്ങൾ ഓടി വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി ആ പിഞ്ചു പൈതങ്ങളുടെ തലയിലൂടെ മുടിയിലൂടെ തന്റെ വിരലുകൾ ചലിപ്പിച്ചിട്ട് തന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകിയിരിക്കുകയാണ്. ഹദിയായ അസ്മാ ബീവി തന്റെ പിതാവ് തന്റെ ഭർത്താവായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വരുമെന്ന പ്രതീക്ഷയോടെ ചപ്പാത്തി കുടിച്ചിട്ടുണ്ട്, ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരാൾക്കുള്ള ഭക്ഷണം കൂടുതൽ കരുതിയിട്ടുണ്ട്. മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ ആ മക്കൾ തന്റെ ഉപ്പ വരുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് വളരെ വേദനിച്ച മനസ്സുമായി നിറഞ്ഞ കണ്ണുമായി മുത്തു നബി തങ്ങളെ ആ വീട്ടിലേക്ക് ചെല്ലുന്നത്. മക്കളെ കണ്ടപ്പോ നബി തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഹബീബിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ ഹബീബ് ആ പിഞ്ചു പൈതങ്ങളെ മാറോട് ചേർത്തിട്ട് അവരുടെ തലയിലൂടെ വിരലുകൾ കൊണ്ട് തലയോടിയിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ എത്തിയിട്ട് വീഴുമ്പോഴാണ് അസ്മാ ബീവി ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ് എന്ത് പറ്റി നബിയേ, എന്ത് പറ്റി നബിയേ, എന്റെ ഭർത്താവിന് എന്ത് പറ്റി നബിയേ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, നിന്റെ ഭർത്താവ് മരിച്ചു പോയി അസ്മാ, നിന്റെ ഭർത്താവ് ലോകത്തോട് വിട പറഞ്ഞു പോയി അസ്മാ, ഷഹീദായി അസ്മാ എന്ന് പറയുമ്പോ ഉമ്മമാരെ ആ പെണ്ണെങ്ങനെയാണ് ഇതിന് നേരിട്ടത്? എങ്ങനെയാണ് ഒരു പ്രതിസന്ധി വരുമ്പോൾ ഉമ്മമാര് നേരിടേണ്ടത്? എങ്ങനെയാണ് ഒരു പ്രശ്നം വരുമ്പോൾ വീട്ടിലുള്ള ഭരണാധികാരിയായ ഉമ്മമാരാ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്? അത് പഠിപ്പിക്കാനാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. മഹദിയായ അസ്മാ ബീവി പറഞ്ഞത് കരഞ്ഞില്ല, തളർന്നില്ല, ബോധം കൊണ്ട് നിലത്ത് വീണില്ല. അസ്മാ ബീവി പറഞ്ഞത്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായതിൽ നബിയേ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ ഭർത്താവ് ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ ഇടരാത്ത പാദത്തോടെ ചിതരാത്ത ചിത്തത്തോടെ മനക്കരുത്തോടെ എനിക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞ മഹദിയായ അസ്മാ ബീവി ഇനി കേൾക്കണോ? ഖാദിസിയ യുദ്ധത്തിലേക്ക് തന്റെ 4 മക്കളെ പറഞ്ഞേക്കുകയാണ് ഹംസ എന്ന് പറയുന്ന പെണ്ണ്. ഇവരെയാണ് നമ്മൾ പഠിക്കേണ്ടത്. സിനിമാ നടിമാരല്ല നമ്മുടെ റോൾ മോഡല്, അതുപോലെ തന്നെ സെലിബ്രിറ്റികളല്ല നമ്മുടെ റോൾ മോഡല്, സീരിയൽ നടിമാരല്ല നമ്മൾ മാതൃകയാക്കേണ്ടത്. ആരെയാണ് പെണ്ണെ നമ്മൾ മാതൃകയാക്കേണ്ടത്? മദ്രസകളിലേക്ക് പഠിക്കാനേക്കുന്ന മക്കളെ ഉസ്താദുമാരടിച്ചാൽ നിങ്ങൾ പ്രശ്നമാക്കാറുണ്ട്. മദ്രസകളിലേക്ക് പഠിക്കാൻ പറഞ്ഞേക്കുന്ന മക്കളെ ഉസ്താദുമാരെന്ന് കണ്ണുരുട്ടിയാൽ നിങ്ങൾ ദേഷ്യപ്പെടാറുണ്ട്. എന്നാൽ നിങ്ങൾ കേൾക്കണോ? 4 ആൺമക്കളെയാണ് മഹദിയായ ഹംസ ബീവി റളിയല്ലാഹു അൻഹാ വളരെ സൂക്ഷ്മതയോടെ കരുതലോടെ പോറ്റി വളർത്തുന്നത്. എന്നിട്ട് ഖാദിസിയ യുദ്ധത്തിലേക്ക് പറഞ്ഞേക്കുമ്പോ മക്കളോട് പറഞ്ഞത്, നിങ്ങളുടെ ഉപ്പ നല്ല ഉപ്പയായിരുന്നു, നിങ്ങളുടെ പിതാവ് നല്ല പിതാവായിരുന്നു, അതുകൊണ്ട് പേടിക്കാതെ പിന്തിരിയാതെ അല്ലാഹുവിന്റെ ധർമ്മസമരത്തിൽ ധൈര്യമായി യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധത്തിലേക്ക് ഇറങ്ങിയിട്ട് 4 മക്കളും ഒന്നിച്ചിട്ട് ഖാദിസിയ എന്ന് പറയുന്ന യുദ്ധത്തിൽ വളരെ ധീരമായി അല്ലാഹുവിന്റെ ലോകത്തേക്ക് ഷഹീദായി രക്തം ശരീരത്തിൽ നിന്ന് ഇറ്റിറ്റ് വീണിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ട്
അള്ളാഹുവിനെ സ്തുതിച്ച ഖൻസാഇന്റെ മാതൃകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ പിൻപറ്റേണ്ടത്. അടിച്ചതിന്റെ പേരിൽ കുഴപ്പമുണ്ടാക്കുന്ന ഉമ്മമാരായി നിങ്ങൾ മാറരുത്. നിസ്കരിക്കാതെ കിടന്നിറങ്ങുന്ന മക്കളെ സുഖിപ്പിക്കുന്ന ഉമ്മമാരായി നിങ്ങൾ മാറരുത്. ആഭാസങ്ങളും പേക്കൂത്തുകളും തോന്നിവാസങ്ങളും കാട്ടുന്ന മക്കൾക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഉമ്മമാരായി നിങ്ങൾ മാറരുത്. ദുനിയാവിൽ മക്കൾക്ക് സുഖം നൽകാൻ നിങ്ങൾ ശ്രമിക്കുന്നത് പോലെ ആഖിറത്തിലെ സ്വർഗം വാങ്ങിച്ചു കൊടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ എല്ലാവരും അധ്വാനിക്കണം എന്ന് മാത്രം വളരെ വിനീതമായി എൻ്റെ ശരീരത്തോടും നിങ്ങളോടും ഉപദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.